അവരുടെ ഉപജീവന മാർഗം. മകൻ പറഞ്ഞു ഈശ്വരന് ശക്തിയുള്ള ഈശ്വരനാണ്. അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചു. നമ്മുടെ ഗോപൻ സ്വാമി, നമുക്കെല്ലാവർക്കും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഗോപൻ സ്വാമിയുടെ കാര്യം. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പം ഗോപൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പം ഗോപൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഭാര്യ, മക്കൾ, വക്കീൽ, പിന്നെ ദൈവികമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരനുണ്ടായിരുന്നല്ലോ, അദ്ദേഹവും വന്നിരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ കെട്ടുകേൾവിയില്ലാത്ത വലിയ വാർത്തകൾ കേട്ടെങ്കിലും സ്വാഭാവിക മരണമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഉപജീവന മാർഗമെന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പോൾ പറയുന്നത്. പക്ഷെ അവരുടെ ഭക്തി മാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവർ 2 പശു ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റു. ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി 2 പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവരുടെ ഉപജീവന മാർഗം. 2019 ഇതൊരു ട്രസ്റ്റായിരുന്നു. ഇത് ഗോപസ്വാമി ഉണ്ടാക്കിയ ട്രസ്റ്റാണ്. അതിൽ തന്നെ പറയുന്നുണ്ട്, ഈ ട്രസ്റ്റിന്റെ വക സ്ഥലം, ആ കെട്ടിടം ഇതും കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനോ പാടില്ലെന്ന് ഗോപസ്വാമി ആ ട്രസ്റ്റിൽ 2019 തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രസ്റ്റ് ഗോപൻ സ്വാമി, ഗോപൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇവർ ഗോപൻ സ്വാമി 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 എന്ന് ബൂസ്റ്റ് കൊടുത്ത് മീഡിയയ്ക്കകത്തൊക്കെ ബൂസ്റ്റ് കിട്ടണമല്ലോ. പിന്നീട് എന്നാലും സ്വാമിയാകുമ്പം സമാധി എന്നൊക്കെ പറയുമ്പോൾ സ്വാമി എന്നുള്ള വേർഡ് ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റപ്പ് കൊടുക്കണല്ലോ. ഭാര്യയും സ്വാമി എന്നാണ് പറയുന്നത്, മക്കൾ അച്ഛൻ സ്വാമി എന്ന് പറയും. സുരേഷ് ഗോപി പശുവിനെ മേടിക്കാൻ പൈസ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിടയ്ക്ക് ഗോപൻ്റെ വൈഫ്, ആ സ്ത്രീ പറയുന്നുണ്ടായിരുന്നല്ലോ, പശുവിനെ കൊടുത്തിരുന്നു. അപ്പോൾ ആ പൈസയ്ക്ക് എന്തോ ആണ് ഇപ്പം തൽക്കാലത്തേനൂടെ എന്തൊക്കെ ആൾക്കാർ വരുന്നതിന് അറേഞ്ച് ചെയ്യണം. അപ്പം മകൻ പറഞ്ഞു ഈശ്വരന് ശക്തിയുള്ള ഈശ്വരനാണ്, ഒരുപാട് ആൾക്കാരിവിടെ വരുന്നുണ്ട് എന്നൊക്കെയാണ് മകൻ പറഞ്ഞത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു 3-4 ആഴ്ച മുമ്പ് അത് 24 ന്യൂസിൻ്റെ അകത്തായിരുന്നു. അവർ പോയി അന്വേഷിച്ച് ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പം ജനം ഒരുപാട് വരുന്നുണ്ട്. ഞാൻ ആ വേഷങ്ങളിൽ നിന്ന് പലരും ഈ വാർത്തകളൊക്കെ കേട്ട് ശക്തിയുള്ള ദൈവത്തെ കാണാൻ മകൻ പറഞ്ഞുകൊണ്ടിരുന്നതാ, ഞാൻ പറയുന്നതല്ല. സംഗതി കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ഇനിയും ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൈവച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. ആ ഗോപസ്വാമിയുടെ ആ ട്രസ്റ്റാണിത്. അതില് വായ്പ പോലും എടുക്കരുത്, കൈമാറ്റം ചെയ്യരുത്, ഒരു വ്യത്യാസപ്പെടുത്തരുത്, ഭക്തി മാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഈ സമാധിയോ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ഒരു കാശിന്റെ അവർക്ക് ആവശ്യമില്ല. അവർക്ക് പണ്ടത്തെ പോലെ ഒരു പശു, 2 പശു കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് ജീവിക്കും. ഭക്തിമാർഗത്തിലേക്ക് ഗോപസ്വാമിയുടെ സമാധി ഇതുമൊക്കെ അവർ തൊഴുകയും ഇതും ചെയ്യും. ഈ ക്ഷേത്രത്തിന്റെ സമാധിയോടനുബന്ധിച്ച് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി, ഒരിക്കലും നമ്മുടെ നിത്യോപജീവന മാർഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല. അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പണ്ടെങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം, നമ്മുടെ നിത്യോപജീവനമാവും. അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഒരു മാറ്റമില്ല, അധ്വാനിച്ച് തന്നെ ജീവിക്കും. ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ ഈ ഒരു ട്രസ്റ്റിനെ ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരാവകാശങ്ങളില്ല. ക്ഷേത്രനെ വിൽക്കാൻ പറ്റത്തില്ല. ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ നിത്യവും ചെയ്ത് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഭഗവാൻ തന്ന ഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ കളഞ്ഞു കുളിച്ചിട്ടില്ല. കാരണം ഈ ക്ഷേത്ര നടയിൽ ഇവിടെ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ അറിയാതെ ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റൂല. സമാധി എന്നുള്ള സ്ഥാനം മനസ്സിലാക്കി ഞങ്ങൾ ഓരോന്ന് ചെയ്തെങ്കിലും എനിക്ക് എന്റെ അറിവ് വർഷങ്ങളോളം കൊണ്ട് എന്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. അപ്പൊ ഒരുപാട് സമാധി സ്ഥലത്ത് അവര് പോയിട്ടുണ്ട്, എന്നെയും കൊണ്ടുപോയിട്ടുണ്ട്. മരുത്തമലയിൽ ഞാൻ 2 പ്രാവശ്യം അവിടുത്തെ ഗുഹയില് അവിടെ ഞാൻ അതിനകത്ത് ശിവലിംഗം ഇരിക്കുന്നിടത്ത് പോയി ധ്യാനം എന്റെ ഭർത്താവിനോടൊപ്പം ഞാൻ സകല കാര്യങ്ങൾക്കും ഉൾപ്പെട്ട് ഈ ക്ഷേത്രം വയ്ക്കുന്ന സമയത്തും ഈ ക്ഷേത്രം തുടക്കം മുതൽ ഇതുവരെയും എന്റെ ഭർത്താവായിട്ട് എന്റെ മക്കളുമായിട്ട് അങ്ങനെ സഹകരിച്ച് പോയെങ്കിലും മക്കളെ പഠിത്തത്തിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ 2 പേരും പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിച്ച് ഇതുവരെ
ഇനിയും മേളിൽ നമ്മൾ അധ്വാനിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയാ അവര് പറയുന്നത്? മക്കളെ പഠിക്കാൻ വിട്ടിട്ട് ഞങ്ങൾ മരുത്തുവ മലയിലൊക്കെ പോയി. ഇത് അവരുടെ വേർഷൻ, ഗോപൻ ഫാമിലി വേർഷൻ. ഗോപനല്ല, ഗോപൻ സ്വാമി ഫാമിലി വേർഷൻ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. സ്വാമി അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളും ചേർത്ത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്വാമി 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 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 4ാമത്തെ പാരഗ്രാഫ്, ഇപ്പോൾ നമ്മൾ കുടുംബം മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട്, സമാധിയായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിലായിരുന്നു തർക്കമായിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് പറയുന്നത്, ഓൺ റിമൂവിംഗ് ദ ടോപ്പ് കോൺക്രീറ്റ് സ്ലാബ് ഓഫ് ദ ടോം, ദ പോർഷൻ ഓഫ് ദ ബോഡി comprising of head, neck, chest, upper part of the abdomen, both arms up to elbow, in and up to right posture, was seen above a dune of greenish powdery particles, puspum, and white crystalline particles having camber-like smell. Greenish powdery material was seen firmly adherent on the exposed part of head, including face and neck. On clearing the surroundings, the body appeared to be in a cross-legged sitting position, restrained with saffron-colored soiled cloth. അപ്പോൾ സമാധിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്നത്. അതിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് 4ാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 4ാമത്തെ പാരഗ്രാഫ്. അതായിരുന്നു അവര് എല്ലാ തവണയും എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത്, സമാധിയായിരുന്നു. ഇവിടെ ഇങ്ങനെ വയ്യാതെ കിടന്നിരുന്നൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം അവിടെ പോയി ഇരുന്നു എന്നൊക്കെ ഒരു പറയുന്നുണ്ട്. ഈ ഗോപന്റെ വൈഫ് പറയുന്നത് നടന്നു പോയി എന്നൊക്കെ അല്ലേ പറയുന്നു. പക്ഷെ ഇദ്ദേഹം ഗോപൻ കിടപ്പായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇദ്ദേഹത്തെ അവരുടെ അടുത്ത് ഉള്ള നാട്ടുകാരും അതുപോലെ തന്നെ കസിൻസൊക്കെ അന്ന് നമ്മൾ കണ്ടല്ലോ വീഡിയോ, മനോരമ ഏഷ്യാനെറ്റും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, വാർത്തയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊരു വലിയ പോയിന്റാണ്. അടക്കിടപ്പായിരുന്നു, 2-3 വർഷമായിട്ട് അടക്കിടപ്പായിരുന്നു. അങ്ങനെ കിടപ്പായിരുന്നൊരു വ്യക്തി അദ്ദേഹം എങ്ങനെയാണ് നടന്നവിടെ വരുന്നത്? ഈ സമാധി ഇരിക്കുമ്പോൾ എങ്ങനെയാണ് കയ്യേലും കാലും കൈയൊക്കെ ലോക്ക്? ഇപ്പോൾ പറയുന്നുണ്ടല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അകത്ത് ക്ലോത്ത് വെച്ച്, നമുക്കറിയാം മരിക്കുമ്പോൾ നമ്മുടെ 2 കാലൊക്കെ ഇങ്ങനെ വെച്ച് കിട്ടും, ഇങ്ങനെ ചുറ്റിക്കെട്ടും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ബോഡി അടക്കുന്നതിന് മുമ്പ്. മൊത്തത്തിൽ കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തേക്കാർ പറഞ്ഞിട്ടുണ്ട് വയ്യ, രോഗിയാണ്, മെഡിസിൻ കഴിച്ചുകൊണ്ട് കണ്ണിന് വയ്യ, കണ്ണിന് കാഴ്ച പ്രശ്നമുണ്ട്, മാൻ കയ്യെ പിടിച്ചുകൊണ്ടായി. ഇപ്പം കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് പൂർണ്ണ ആരോഗ്യപരമായിരുന്നു, ഹെൽത്തിനൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഗോപൻ്റെ വൈഫ് പറയുന്നുണ്ട്. ഇവർ പല സമയത്തും പലതാണ് പറയുന്നത്. നമ്മളൊരു പറഞ്ഞൊരു കാര്യം നുണയാണെങ്കിലും സത്യമാണെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പ്ലേസ് ചെയ്യുക. ഇപ്പം ഇവരുടെ പ്രശ്നം ഇവർ ആദ്യം പറഞ്ഞ കാര്യമല്ല സെക്കൻഡ് ഡേയിൽ പറഞ്ഞ കാര്യമല്ല തേർഡ് ഡേ പറയുന്നത്, തേർഡ് ഡേ പറഞ്ഞ കാര്യമല്ല ഫോർത്ത് ഡേ പറയുന്നത്. അതിനുശേഷം ഇപ്പം 3-4 ആഴ്ച കഴിഞ്ഞപ്പം ഇപ്പം പറയുന്നത് വേറൊരു കാര്യം. ഇവർക്ക് തന്നെ വ്യക്തതയില്ല പറയുന്ന കാര്യങ്ങളിൽ. അതൊരു വലിയ പ്രശ്നമാണ്. ഇവർ തന്നെയാണല്ലോ മീഡിയയുടെ മുമ്പിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഗോപനെക്കുറിച്ച്, ഗോപൻ സ്വാമിയെക്കുറിച്ച്, സ്വാമി എന്നല്ലേ പറഞ്ഞു. ഈ ഗോപൻ്റെ വൈഫാണ് സമാധി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗോപൻ്റെ മകൻ പറഞ്ഞു അച്ഛൻ മരിച്ചതല്ല, സമാധിയാണ്. പിന്നെ എന്തിനാണ് അച്ഛൻ മരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ അവർ പോയത്? സർട്ടിഫിക്കറ്റ് എന്നിട്ട് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. ഇനി ഇവർക്ക് സമാധി സർട്ടിഫിക്കറ്റ് ആണത്. സമാധി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം ഇന്ത്യയിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സമാധിക്ക് എവിടെയാണ് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്? സമാധി എന്ന് പറഞ്ഞാൽ മരിച്ചില്ല, പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന. ഇവർക്കും അച്ഛൻ ഗോപൻ മരിക്കുകയും ചെയ്യണം, എന്നാൽ അച്ഛൻ സമാധിയാവുകയും ചെയ്യണം. രണ്ടും കൂടെ പറ്റില്ല, ഇതിൽ ഒന്നല്ലേ പറ്റുള്ളൂ. നമ്മുടെ നിയമത്തിൻ്റെ അകത്ത് ഒരു വ്യക്തി മരിച്ചാൽ അയാൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒരു വ്യക്തി സമാധിയായാൽ സമാധി സർട്ടിഫിക്കറ്റ് ഇതേവരെ ഇല്ല. ഇനി പുതിയതായിട്ട് എല്ലാം ഉണ്ടാക്കേണ്ടി വരും, അങ്ങനെ നിയമം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഇരിക്കുന്ന പൊസിഷൻ, ശമ്പളക്കുടുക്കിട്ട് ഇരിക്കുക, ശമ്പളം പടഞ്ഞിരിക്കുക എന്നൊക്കെ പറയും. ആ ഒരു പൊസിഷനെ കുറിച്ച്, അല്ല സമാധിയെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എങ്ങനെ പറയാം? അദ്ദേഹം സമാധിയിരുന്നു, അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആ ഇരിക്കുന്ന പൊസിഷൻ എങ്ങനെയാണ് അദ്ദേഹം ഇരിക്കുന്നത്, അല്ലെ അദ്ദേഹത്തിനെ എങ്ങനെയാണ് ഇരുത്തിയത്, ആ ഒരു പൊസിഷനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ സമാധിയാണ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതി സീൽ വെച്ചാരും കൊടുക്കില്ല. പിന്നെ സമാധി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് കുടുംബത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണ് അതിൻ്റെ
അത് ഒരു കാലഘട്ടങ്ങളിൽ സന്യാസിമാർ സമാധിയാവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സമാധിയും മറ്റൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ജനത്തെ കൺവിൻസ് ആക്കും എന്നുള്ളത് കുടുംബം കുറച്ചുകൂടെ പഠനങ്ങൾ നടത്തണമായിരുന്നു. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കൺവിൻസ് ആകത്തില്ല, അത് പോലീസിന് കൺവിൻസ് ആകത്തില്ല, കോടതിക്ക് കൺവിൻസ് ആകത്തില്ല. കാരണം അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്. നമ്മളുടെ ഒരു വ്യക്തി സമാധി എന്ന് പറയുമ്പം മരണമില്ല, ആ വ്യക്തിക്ക് മരണമില്ല. പിന്നെ എന്തിനാണ് ഇവർ ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുന്നത്? സമാധി സർട്ടിഫിക്കറ്റ് കണ്ടുപിടിച്ചാൽ മതിയില്ലേ? ഡെത്ത് സർട്ടിഫിക്കറ്റ് മരിച്ച ആൾക്കല്ലേ കൊടുക്കാൻ പോകുന്നത്. ഇവർ പറഞ്ഞാൽ മരിച്ചില്ലെന്നല്ലേ പറയുന്നത്. ഓക്കെ, എന്താണ് ഇവരെന്നാമത് ഇവർ തന്നെ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊരു കറക്റ്റായിട്ട്, അത് നുണയാണെങ്കിലും സത്യമാണെങ്കിലും നമുക്ക് എന്താ പറയുന്നുള്ളത് നമുക്കൊരു വ്യക്തത വേണം, ഏത് കാര്യത്തിലാണെങ്കിലും. അല്ലെങ്കിൽ അത് പബ്ലിക്കിന് കൺവിൻസിങ് ആകത്തില്ല. അതെ, ഏത് കാര്യത്തിലാണെങ്കിലും. വക്കീലും വന്ന് പറയുന്നുണ്ട് സമാധി സമാധി സമാധി. ഇദ്ദേഹം BA LLB അല്ലെങ്കിൽ 3 year LLB പഠിക്കുമ്പം ഇദ്ദേഹത്തിന് നിയമത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ സമാധിയെക്കുറിച്ച്? ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല, കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിന്റേതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല. അത്ര വ്യത്യാസമുള്ള, അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത്. നന്നായിട്ട് തന്നെ ഇരുന്നത്. ഈ സത്യസന്ധത ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട്. അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്, ദിവസം കുളിക്കുന്ന ആളാണ്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന, ഉയിര് തരുന്ന ഭഗവാനാണ്. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു മുമ്പ് ഞങ്ങളെ നമുക്കത് ചെയ്യാൻ പറയുന്നു. അങ്ങനെയൊന്നുമില്ല, ഒരു കുറവില്ലായിരുന്നു, സുഖമായി നടക്കുമായിരുന്നു. പക്ഷേ ഈ ചതവുകൾ എങ്ങനെയാണ് മരണത്തിന് മുന്നേ സംഭവിച്ചത്? അല്ല, there was no injury to deeper structures including skeleton. മുറിവുകൾ ഉണ്ടായിരുന്നു, ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അത് എവിടെയൊക്കെയാണെന്നുള്ളതും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഒരിക്കലും പറയരുത്. ചോദിക്കണേ, ചുവട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി ചെയ്യുന്നവർക്ക് മുറിക്കുന്ന ആളാണ്, വിറവ് ഈ തോളിലെടുക്കുന്ന ആളാണ്. ഈ തോളില് തടിയെടുത്ത് ചുമന്ന് ഉൾപ്പെടെ ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം നിലനിർത്തി നിങ്ങൾ കൂലിപ്പണി ചെയ്യുന്ന ആളാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചെന്നറിയാം. വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് ആണ്. ഇവിടെ ഈ അമ്മയും മക്കളും പറയുമ്പോൾ മകൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കയ്യിലൊക്കെ തന്നെ മതി മതി മതി. അതിനുശേഷം മതപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ വന്നിരിക്കുന്ന അണ്ണൻ അദ്ദേഹവും പറയുന്നുണ്ട് മതി 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 മതി. നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകുന്നു. ഇത്രയും പൂർണ്ണ ആരോഗ്യവാനായ വ്യക്തി എന്തൊക്കെ, ഒരു കൊതുക് കടിക്കാൻ പോലും ഞങ്ങൾ അനുഭവിച്ചില്ലെന്നാണ് ഗോപന്റെ ഭാര്യ അവകാശപ്പെടുന്നത്. പിന്നെ ഇവർ തന്നെയാണ് നേരത്തെ പറഞ്ഞത് തീരെ വയ്യായിരുന്നെന്നും പറയുന്നത്. ഇവരെ ഏതെല്ലൊരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനം ഇവർക്ക് തന്നെ പണി വരും. നമ്മുടെ സമാധി വക്കീൽ എന്തൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. സ്വാഭാവിക മരണമാണോ അല്ലയോ എന്ന് ഇപ്പോഴും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. പക്ഷേ ഈ 75% ഹൃദയധമനികളിലെ 75% ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു സാധാരണ വ്യക്തിക്കെല്ലാം മരണകാരണമാകാനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പുറത്തുള്ള, അതായത് മറ്റു വിഷാംശങ്ങളോ മറ്റോ ഉള്ളിൽ ചെന്നാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നതിലേക്കുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഈ അസുഖങ്ങൾ അത് ഒരുപക്ഷെ മരണകാരണമാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് രാസപരിശോധനാ ഫലം വരാതെ മരണകാരണം കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഹൃദയധമനികളിൽ 75% ബ്ലോക്ക്, ലിവർ സിറോസിസ്, വൃക്കകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒപ്പം കാലിൽ അൾസർ, മുഖത്തും തലയിലും 4 ചതവുകളുണ്ട്. പക്ഷേ ഈ 4 ചതവുകളും മരണകാരണമല്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. അത് ഈ 4 ചതവുകളും മരണകാരണമാകാൻ സാധ്യതയില്ല എന്ന് റിപ്പോർട്ട്
റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയൂ. ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവിട്ടതാണ്. അതിൽ അപ്പോൾ പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി പുറത്തു വന്നപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. മരണകാരണം കൃത്യമായി കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അസ്വാഭാവിക മരണത്തിന്റെ തെളിവുകളും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അസ്വാഭാവിക മരണമാണോ സ്വാഭാവിക മരണമാണോ എന്ന് തെളിയിക്കണമെങ്കിൽ ഇനി ഇപ്പോൾ രാസപരിശോധനാ ഫലങ്ങൾ വരേണ്ടതുണ്ട്. ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. മക്കൾ സമാധിയായെന്ന് അവകാശപ്പെട്ട നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുമ്പോഴും മരണകാരണം സംബന്ധിച്ച് വ്യക്തതയില്ല. ശരീരത്തിൽ 4 ചതവുകളിലാണ് അസ്വാഭാവികതയുള്ളത്. ഇടതുനെറ്റിയിൽ വലിയ ചതവുണ്ട്. മൂക്കിന്റെ ഭാഗത്തും ചെവിയുടെ പിന്നിൽ തലയിലുമായി മറ്റു 3 ചതവുകളുമുണ്ട്. എന്നാൽ ഈ ചതവുകൾ ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കുകയോ മരണകാരണമാവുകയോ ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലിവർ സിറോസിസും വൃക്കകളിൽ വെള്ളക്കെട്ടും ഉൾപ്പെടെ ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഹൃദയധമനികളിൽ 75% ബ്ലോക്കും കാലിൽ ഗുരുതരമായ അവസ്ഥയിൽ അൾസർ രോഗബാധയും ഉണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥ മരണകാരണം രാസപരിശോധനാ ഫലം കൂടി വന്ന ശേഷം മാത്രമേ നിർവചിക്കാൻ ആകൂവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രാസപരിശോധനാ ഫലം വന്നാൽ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. ഇത്രയൊക്കെ രോഗമുള്ളൊരു വ്യക്തി, ഗോപന്റെ ഭാര്യയും മക്കളും പറയുന്നത് എന്താണ്? അദ്ദേഹം നടന്നു അങ്ങോട്ട് ചെന്നു, ഇരുന്നു, പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. കൊതുക് പോലും കടിക്കാതെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഭയങ്കര ശക്തനാണ്. ഇതാണ് ഹെൽത്തിനൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതിൻ്റെ പുണ്യേട്ടാ ചേട്ടാ അങ്ങനെയൊന്നും പറയല് ചേട്ടാ, അങ്ങനെയൊന്നും അദ്ദേഹം അങ്ങനെയുള്ള ചതുവുകളോ എന്നൊക്കെ. എന്താണ് ഒരു ക്ലാരിറ്റി വരുന്നില്ല ഈ ഇവരുടെ സംസാരത്തിൽ. ഈ ഗോപന്റെ ഭാര്യയുടെ കാര്യത്തിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും മറ്റേ പ്രഗത്ഭനായ സമാധി വക്കീലിൻ്റെ കാര്യത്തിലാണെങ്കിലും മതപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്ന മറ്റേ ആ ഒരു സുഹൃത്തുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ല. ഇവർ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. പറഞ്ഞ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്നുണ്ട് ഗോപന്റെ ഭാര്യയും മക്കളും. ഇതെല്ലാം വ്യക്തത വരേണ്ടതാണ്. ഇവരെന്താണ് ഇങ്ങനെ മാറ്റിപ്പറയുന്നതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധവുമില്ലേ. ഒരു രാപ്പകൽ വ്യത്യാസത്തിലാണ് പറയുന്ന കാര്യങ്ങൾക്ക് പോകുന്നത്. ശകല മാറ്റങ്ങളൊക്കെ വരും. മനുഷ്യനാണ്, പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റം വരും. പക്ഷേ ഇതൊരു രോഗിയാണെന്ന് പറയുന്നു, രോഗിയല്ലെന്ന് പറയുന്നു, പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറയുന്നു, പൂർണ്ണ ആരോഗ്യവാനല്ലെന്ന് പറഞ്ഞു. ഇതിങ്ങനെ മാറ്റി നമ്മൾ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളാണ്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പ്രശ്നമാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വീഡിയോയിൽ റെക്കോർഡറാണ്. ഇപ്പോൾ രാഷ്ട്രീയക്കാരന്മാർ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവർക്ക് ഇനി പറയാൻ വേണ്ടി രാഷ്ട്രീയക്കാർ പറയല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് മാധ്യമങ്ങൾ. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ പൊതുവെ പറയുന്നത്, സിനിമാക്കാരും പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. ആ ഒരു പർട്ടിക്കുലർ ക്ലിപ്പ് മാത്രം കട്ട് ചെയ്ത് അത് ജനങ്ങൾക്കിടയിലോട്ട് പ്രചരിപ്പിച്ച് ഞങ്ങൾക്കെതിരെയുള്ള തെറ്റായ രീതിയിലൊരു സന്ദേശം ജനങ്ങൾക്ക് പ്രകടമാക്കാൻ വേണ്ടിയുള്ള രീതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്റ്റാൻഡ് നമുക്ക് രാഷ്ട്രീയക്കാരും സിനിമാക്കാരും പൊതുവെ അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഊരാൻ പറ്റാത്തതുകൊണ്ട് തെറ്റായ രീതിയിൽ ജനങ്ങൾക്ക് പ്രചരിപ്പിക്കുന്ന ഈ മാർഗ്ഗമൊക്കെയാണ് അടുത്ത മാർഗ്ഗങ്ങൾ ഇവർക്കും ചെയ്യാൻ പറ്റുന്നത്. അത് പ്രഗത്ഭനായ സമാധി വക്കീൽ ചിലപ്പം അത് പറഞ്ഞു കൊടുക്കുമായിരിക്കും. ചിലപ്പം ചായ കുടിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ സമയമാകുമ്പോൾ പോയി അച്ഛനെ ഒന്ന് വിളിക്കും. അപ്പം നടന്ന് ഇവിടുന്ന് പോയാൽ ആ പടി ഇറങ്ങുമ്പം അല്പം കാല് തെറ്റ, കണ്ണിന് കാഴ്ച കുറവാണ്, ലെൻസ് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മരുന്നുകളാണ്, തുള്ളി മരുന്നുകളാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇറങ്ങുമ്പോൾ അച്ഛാ കൈതാ കൊണ്ടു. പിന്നെ പയ്യെ നടക്കും. പിന്നെ സോപാന പടിയുണ്ട്, അതിനകത്ത് കയറി പയ്യെ കുത്തനെ ഇറങ്ങുമ്പോഴും സഹായിച്ചു കൊടുക്കണം, പടി തെറ്റാതിരിക്കാൻ. അങ്ങനെ കാലിൽ ചെറിയ പുണ്ണുണ്ടായിരുന്നു. എങ്ങനെ ഒരു കല്ല് ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കല്ലൊക്കെ കെട്ടിക്കൊണ്ടിരുന്നപ്പം എന്തോ കല്ലോ മുള്ളോ എന്നറിഞ്ഞൂടാ, ഈർക്കിലോ എന്തെങ്കിലുമൊക്കെ ആവാല. അങ്ങനെ സരസ്വതി ഹോസ്പിറ്റലിൽ ഞങ്ങൾ 2-3 കൊല്ലമാവും അത് ചികിത്സയ്ക്ക് പോയായിരുന്നു. അപ്പം അവിടുത്തെ തുണ്ടുകൂടെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ ചികിത്സയിൽ അപ്പം ഇവർക്ക് ക്ഷീണങ്ങളും ബുദ്ധിമുട്ടും പ്രായം ചെന്നില്ലേ. അപ്പം ആ ഡോക്ടർ ശരീരം ഫുള്ളാ ടെസ്റ്റ് ചെയ്ത് ട്യൂബെല്ലാം ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ആവശ്യങ്ങളൊക്കെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ്. അപ്പം അങ്ങേക്ക് സ്ഥിരമായിട്ട് മരണം വരെ, ആ പേപ്പറിൽ ഇവിടെ ഉണ്ട് റെക്കോർഡ്, മരണം വരെ കഴിക്കത്തക്ക ഗുളിക ഈ സ്വാമിക്ക്
ഇവരെ പ്രവൃത്തിയൊക്കെ കണ്ട് മനസ്സിലാക്കിയ ഡോക്ടർ എഴുതിയതാണ്. ആ തുണ്ട് കൂടെ ഉണ്ട് മോൻ്റെ ഇപ്പോഴും ഉണ്ട്. അപ്പം കഴിച്ചതിൻ്റെ ബാക്കി അതായിരിക്കണം. അപ്പം അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ മുടക്കിയിട്ടില്ല. കാരണം ആ പൈസ ഒത്തിരി ആവും, എന്നാലും അച്ഛൻ നേരെ നടക്കട്ടെ, മക്കളെ രണ്ടുപേരും ഉദ്ദേശം. ഇത് തന്നെ അമ്മ പറഞ്ഞ പോലെ മകനും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്ന് ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് എന്തിനാണ് ഇവരിങ്ങനെ പറയുന്നു, പിന്നെ മാറ്റി പറയുന്നു. നമ്മൾ എവിടെയൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യണ്ടേ? നുണയാണെങ്കിലും സത്യമാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പഠിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടുപോകും. പ്രഗത്ഭനായ സമാധി വ്യക്തി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? എന്താണേലും അടുത്ത രാസപരിശോധന റിപ്പോർട്ടൂടെ കിട്ടുകയും ഏകദേശം കുറച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഗോപൻ സ്വാമികൾ, അവർക്ക് അദ്ദേഹത്തെ സ്വാമിയാക്കണം. പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്പലം, ഭക്തജനങ്ങൾ, നാനാദേശങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ എത്തുക, പൂജകൾ ചെയ്യുക. അതൊരു വലിയ ലോകമെമ്പാടും അറിയുന്നൊരു തീർത്ഥാടന കേന്ദ്രമാകാൻ അവരാഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. അല്ല, ഭക്തി എക്കാലവും ഒരു ബിസിനസ് ആക്കുന്ന ഒരു വിഭാഗം ജനത നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുപോകുന്നുണ്ട്. എല്ലാവരും ഒന്നുമല്ല, ഒരു വിഭാഗം ജനത. കാരണം വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത ആൾക്കാരില്ല. അപ്പം ഭക്തി മാർഗത്തിൽ കൂടെ എന്തെല്ലാം അനുഗ്രഹം കിട്ടുക, അല്ലെ വിഷമങ്ങൾ മാറുക എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഇന്ത്യയിലുള്ളവർ എപ്പോഴും ഒരു ശക്തി, ഒരു നമുക്ക് മുകളിൽ ശക്തി ഉണ്ട് എന്നുള്ള ചിലവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ആരുമില്ലെന്ന് പറയുമ്പം ഒരു ശക്തിയുണ്ട്. ആ ഒരു കോൺഫിഡൻസിനെ മുതലെടുത്തുകൊണ്ട് ഭക്തി ഒരു ബിസിനസ് ആക്കുന്ന ഇന്ത്യ പോലെ രാജ്യത്ത് പണ്ടും ഇന്നും ഉള്ള കാര്യങ്ങളാണ്. 2025 ഈ വർഷം. കാലഘട്ടം ഒത്തിരി മുമ്പോട്ട് പോയി. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ ഉള്ള യുവാക്കളൊക്കെ കുറച്ചുകൂടെ കോമൺ സെൻസോടെ ചിന്തിക്കുന്നവരാണ് പണ്ടത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അവർക്കിത് ഡൈജസ്റ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഇവർ ഈ പറയുന്ന സ്വാമി, സമാധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ശക്തമായ മതത്തിൽ വിശ്വസിക്കുകയും അതിൽ അധിഷ്ഠിതമായ ജീവിതം നടത്തുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്കിത് ഡൈജസ്റ്റ് ആവും. നിയമവ്യവസ്ഥിതിയുണ്ട്, നമ്മൾ അതിൻ്റെ അണ്ടറിലാണ് ജീവിക്കുന്നത്. സമാധിയാണെങ്കിലും മരണമാണെങ്കിലും എന്താണെന്ന് വെച്ചാലും കോടതിയുണ്ട്, ഇവിടെ പോലീസുണ്ട്, ഇവിടെ ഒരു മിനിസ്ട്രി ഉണ്ട്. നമ്മളിതാണ് ജീവിക്കുന്ന കേരളത്തിലാണ്, ഇന്ത്യയിലാണ്. അപ്പം നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പം നമ്മുടെ മതപരമായ കാര്യങ്ങളൊക്കെ നിയമത്തിൻ്റെ അണ്ടറിൽ വരും. അപ്പം അല്ലാതെ ദൈവവും പ്രസ്ഥാനമൊക്കെ കോടതിക്ക് മുകളിലല്ല, കോടതിക്ക് താഴെയാണ്. അതുകൊണ്ടാണ് സർക്കാരും കോടതിയും പോലീസൊക്കെ ഇത്രയും ഇതിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു. ഇത് വ്യക്തിയുടെ ജീവനാണ്. അപ്പം ജീവൻ എന്ന് പറയുമ്പം അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് പോലീസ്, ഗവൺമെൻറ്, കോടതി, അവരുടെ ഡ്യൂട്ടിയാണ്. ഒരു സിറ്റിസൻ്റെ ജീവൻ അത്രയും വില കൊടുക്കുന്നതുകൊണ്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.